ഇന്നലെ രാവിലെ പൂന്തോട്ടത്തിലൂടെ നടന്നപ്പോൾ കുറച്ച് വാരിഗേറ്റഡ് ചെമ്പരത്തിയുടെ പൂമൊട്ടുകൾ കണ്ടു. ചെടികൾ വലിയ ചെടിച്ചട്ടികളിൽ 18-20 ഇഞ്ച് ചെടിച്ചട്ടികളിലാണ് വളരണേ. നിലത്ത് നടാൻ സ്ഥലമൊന്നുമില്ലല്ലോ. അപ്പോൾ പണ്ട് ചെറുപ്പത്തിൽ ചെയ്യാറുള്ളൊരു പരീക്ഷണം ഓർമ്മ വന്നു. അന്ന് ചെമ്പരത്തി പൂമൊട്ട് ധാരാളം ഉണ്ടാവുമല്ലോ വേലിയിലൊക്കെ. പറിച്ചെടുത്ത് അകത്ത് കൊണ്ടുവയ്ക്കും. പിറ്റേന്ന് രാവിലെ വിരിയോ നോക്കാൻ വേണ്ടി. ഇത്തവണ കുറച്ചുകൂടെ കലാപരമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ചെറിയ തെർമോക്കോളിൻ്റെ കഷ്ണം എടുത്ത് അതിൽ ഈ 3 ചെമ്പരത്തി പൂമൊട്ടുകൾ കുത്തിവെച്ചു. എന്നിട്ടൊരു ഫ്ലവർ വേസ് പോലൊരു പാത്രം എടുത്തിട്ട് അതിൽ വെള്ളം നിറച്ചു. എന്നിട്ട് ഈ പൂമൊട്ടുകൾ വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുന്ന തരത്തിൽ അതിൽ വെച്ചു. എന്നിട്ട് കാത്തിരിക്കാം, നാളെ രാവിലെ എങ്ങനെയുണ്ട് നോക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് രാവിലെ പ്രതീക്ഷിച്ച പോലെ തന്നെ എല്ലാ പൂമൊട്ടുകളും വിടർന്നിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ എല്ലാ പൂമൊട്ടുകളും ഒരേ വലിപ്പമുള്ള പൂമൊട്ടുകളായിരുന്നില്ല. ചിലത് ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ടൊക്കെ വിരിയുമെന്നാണ് എൻ്റെ വിചാരം. പക്ഷേ 3ഉം ഇന്ന് രാവിലെ തന്നെ വിടർന്നിരിക്കുന്നു. നല്ല ഭംഗിയുള്ള ചുവന്ന ചെമ്പരത്തി പൂക്കളായിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാവരും ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. പണ്ട് ചെറുപ്പത്തിൽ ഞാൻ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു രസത്തിന് ചെയ്തു എന്ന് മാത്രം. എന്നാലും കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ 3 ചെമ്പരത്തി പൂക്കൾ നന്നായിട്ട് വിടർന്നിരിക്കണ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഇതിൽ ഞാൻ അന്ന് ചെറുപ്പത്തിലും ഇപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യം വെച്ചാൽ, പൂമൊട്ടുകൾ ചെടിയിൽ തന്നെ നിന്ന് വിടുകയാണെങ്കിൽ അത് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ കുറച്ചുകൂടെ വലുപ്പുണ്ടാവും. ഇതിലിപ്പോൾ ഒരു പൂവ് കുറച്ച് വലിപ്പം കുറഞ്ഞ പൂമൊട്ടുന്നതായതുകൊണ്ട് വലിപ്പം കുറച്ചുകൂടെ കുറവാണ്. എന്നാലും 3ഉം വിടർന്നു എന്നുള്ളതാണ് പ്രത്യേകത. സാധാരണഗതിയിൽ ചെടിയിൽ നിന്നിട്ടാണെങ്കിൽ ഇതിൽ 2 ഇന്ന് വിടേണ്ടതാണ്, 1 ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ടേ വിടേണ്ടതുള്ളൂ. പക്ഷേ പറിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ വേഗം വിടർന്നു എന്ന് വേണമെങ്കിൽ പറയാം.